പ്രകാശനിലേക്ക്. ശ്രീ പ്രകാശൻ, ഇപ്പോൾ പിണറായി വിജയന്റെ മറുപടി രാഹുലിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ രാഹുലിന് ബി.ജെ.പിയെ വിമർശിക്കാൻ, അല്ലെങ്കിൽ രാഹുൽ ദേശീയ തലത്തിൽ ബി.ജെ.പിക്കെതിരായ യഥാർത്ഥ വിഷയങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന് രാഹുലിനെതിരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ പിണറായി വിജയൻ. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇന്ന് രാഹുൽ നൽകിയത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറയാമല്ലോ, അതാണോ മറുപടി? ഇവിടെ ഇന്ത്യ രാജ്യത്ത് ബി.ജെ.പിക്കെതിരായി ഏറ്റവും ശക്തമായി രാഷ്ട്രീയമായും നിയമപരമായും സാധ്യമായ എല്ലാ തലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പോരടിക്കുന്ന പാർട്ടി ഏതാണ് എന്ന കാര്യത്തിൽ ഇന്ത്യയിൽ ആർക്കും തന്നെ സംശയം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ കേരളമാണ് സുപ്രീം കോടതിയിൽ ഗവർണർക്കെതിരായിട്ട് കേസ് ഫയൽ ചെയ്തത്. കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകൾക്കെതിരായിട്ടാണ്. കേരളത്തിന് കടമെടുക്കാൻ അനുവാദം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യമായി കേസിന് പോയ ഗവൺമെൻറ് കേരളത്തിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. അതുപോലെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, CAA വന്നപ്പോൾ അതിനെതിരായിട്ട് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രമേയം ഐകണ്ഠ്യേന പാസ്സാക്കി കേസിന് പോയിരിക്കുന്ന ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണ്. ഇവിടെ ഡൽഹിയിൽ പോയിട്ട് ഈ നരേന്ദ്രമോദിയുടെ മൂക്കിന് താഴെ ശക്തിമത്തായ നിലയിൽ രാജ്യത്തെമ്പാടുമുള്ള പ്രതിപക്ഷത്തെ ആകെ യോജിപ്പിച്ച് ശക്തമായ നിലയ്ക്ക് 2 മുഖ്യമന്ത്രിമാരടക്കം ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് സമരം നടത്തിയത് കേരളത്തിൽ പിണറായി വിജയൻ്റെ മുൻകൈയിലാണ്. ഇതൊന്നും കാണാതെ ഇവിടെ പിണറായി വിജയൻ മോഡിക്കെതിരായിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത് ആരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത്? ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി CPM ഈ പോരാട്ടം രാജ്യത്താകെ നടത്തുകയാണ്. ഇപ്പോൾ CAA വന്നു, ഞങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി അറസ്റ്റ് ചെയ്യപ്പെട്ടു, അതുപോലെ തന്നെ പ്രകാശ് കാരാട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു, വൃന്ദ കാരാട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരൊറ്റ അറസ്റ്റ് ചെയ്യപ്പെട്ട കോൺഗ്രസ് നേതാവിൻ്റെ പേര് അവർ പറയട്ടെ. ഏതൊരു വിഷയം വന്നാലും ഇവിടെ ഈ തെറ്റായ നിലപാടുകൾക്കെതിരെ ശക്തിമത്തായ നിലക്ക് ആരാണ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ഞങ്ങളുടെ ആരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുൻകൈയിലുള്ള ഈ കേരളത്തിലെ ഗവൺമെൻറ്റും CPM അല്ലേ? എന്നാൽ ഇവിടെ ഏതെങ്കിലും അത്തരമൊരു സമരത്തിനകത്ത് ഇവിടെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കുള്ള പങ്ക് ഒന്ന് പറയട്ടെ. പാർലമെൻറ്റിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുവോ? ഇവിടെ രാജ്യത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവിടെ ചെന്നുവോ അദ്ദേഹം? ഇപ്പോൾ അവിടെ ജമ്മു കാശ്മീരിൽ ജനാധിപത്യമാകത്തിന് ഇല്ലാതാക്കുന്ന അവസ്ഥ വന്നു. അവിടെ ഉണ്ടായിരുന്നോ ഈ പറയുന്ന രാഹുൽ ഗാന്ധി? പോയത് ഞങ്ങളുടെ നേതാക്കന്മാരാണ്. CAA വിരുദ്ധ സമരത്തിൽ ഉണ്ടായിരുന്നോ രാഹുൽ ഗാന്ധി? പോയത് ഞങ്ങളാണ്. ഇന്ത്യയിൽ ഒരു കൊല്ലത്തിറ നീണ്ടുന്ന കർഷക സമരം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി? ചെന്നത് ഞങ്ങളാണ്. ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ബി.ജെ.പിയുടെ തെറ്റായ ഞങ്ങൾക്കെതിരെ ഒരൊറ്റ സമരം രാഹുൽ ഗാന്ധി നയിച്ചു എന്നുള്ളത് അവർ പറയട്ടെ. എന്നിട്ട് പറയാണ് ഞാൻ രാഹുൽ ഗാന്ധി ഇവിടെ നരേന്ദ്രമോദിക്കെതിരാണ്, നരേന്ദ്രമോദിക്ക് പകരമാണ്. എന്ത് വെച്ചാണ് പകരമാവുക? നരേന്ദ്രമോദിയുടെ നയങ്ങളോട് ഏത് നയങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പ്? ഇലക്ട്രൽ ബോണ്ട് നിങ്ങളും അവരും ഒരേ നയം, പൊതുസ്ഥാപനങ്ങൾ വിൽക്കുക നിങ്ങളും അവരും ഒരേ നയം, കരിനിയമങ്ങൾ ശക്തിപ്പെടുത്തുക നിങ്ങളും അവരും ഒരേ നയം. ഏത് കാര്യത്തിലാണ് നിങ്ങൾ വ്യത്യസ്തമായ നയമുള്ളത്? ഇപ്പോൾ CAA നടപ്പിലാക്കുന്നു, വ്യത്യാസമുണ്ട് നിങ്ങൾ തമ്മിൽ. അപ്പോൾ ബി.ജെ.പിയും കോൺഗ്രസും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് താൻ മത്സരിക്കുന്ന സ്റ്റേറ്റിൽ വന്നിട്ട് സത്യവുമായിട്ട് പുലബന്ധമില്ലാത്ത കാര്യം. പിന്നെ ഒന്ന് ചോദിക്കട്ടെ, ഇങ്ങനെ ബി.ജെ.പിയുമായി നയത്തിൽ ഒരു വ്യത്യാസവുമില്ലാത്ത കോൺഗ്രസുമായി എന്തിനാണ് ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും സഖ്യം? എന്തിനാണ് രാജസ്ഥാനിൽ പിന്തുണ തേടുന്നത്? കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്, ഞങ്ങളത് കാണുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ ധാർമ്മിക മൂല്യങ്ങൾ, പാർലമെന്ററി ജനാധിപത്യം, ഫെഡറലിസം, ദേശീയ ഐക്യം, മതനിരപേക്ഷത, ഈ കാര്യങ്ങളിൽ ബി.ജെ.പിയെ പോലെ തനി വർഗീയ നിലപാടല്ല കോൺഗ്രസിൻ്റെത്. അല്പം വ്യത്യാസമുണ്ട്. ഇന്ന് രാജ്യത്തിലെ ഈ പറയുന്ന പാരമ്പര്യമാകെ ഒരു 100 കൊല്ലമായിട്ട് രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ ധാർമ്മിക രാഷ്ട്രീയ മൂല്യങ്ങൾ, അവയെല്ലാം തകർക്കാൻ വേണ്ടി ബി.ജെ.പിയുടെ ഗവൺമെൻറ് നിൽക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു അവരെ അധികാരപക്ഷമാക്കിയാണ് ഇന്ത്യയിലെ പ്രഥമമായ കടമ. അതിന് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസും നയിക്കുന്ന ഇന്ത്യ സഖ്യവുമായിട്ട് യോജിക്കുന്നു. എന്നാൽ കേരളത്തിൽ സമരം ഞങ്ങളും അവരും തമ്മിലാണ്, കോൺഗ്രസും അതുപോലെ CPM-ഉം അതുപോലെ LDF-ഉം തമ്മിലാണ്. ഈ വിഷയങ്ങളിൽ ബി.ജെ.പിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന, തത്വാധിഷ്ഠിതമായ കാഴ്ചപ്പാടുള്ള, അവരെ നഖശികാന്തം എതിർക്കുന്ന ഞങ്ങൾ എന്തിന് കോൺഗ്രസിൽ വഴങ്ങണം? അതിൻ്റെ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസിൻ്റെ ഈ തെറ്റായ നിങ്ങളെ കൃത്യമായിട്ട് തുറന്നു കാണിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥമാണ്. അത് തുറന്നു കാണിക്കുകയും ചെയ്യും. അതിൽ അസഹിഷ്ണുത കൊണ്ടാണ് ഇവിടെ രാഹുൽ ഗാന്ധി ഇത്തരം നട്ടാൽ പൊടിക്കാത്ത കാര്യങ്ങൾ ഇവിടെ വന്ന് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.